ഞാൻ ലേറ്റ് ആയിട്ട് വരുന്നവനാണെന്ന് പരാതി പറഞ്ഞ സുഭാഷ് അവിടെ എത്തും എത്തും അല്ല നമ്മുടെ കമ്മിറ്റിയിൽ ഇങ്ങനത്തെ ഒരു കിടം വേണം. എടാ അങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞൊന്നും ഒരാളെ കമ്മിറ്റി ഒഴിവാക്കാൻ പറ്റില്ല. അതിനൊക്കെ തക്കതായ കാരണം വേണം. അത് കുഴപ്പമില്ല, നമ്മുടെ സുഭാഷല്ലേ, ഒരു ചാൻസ് പോയി അത് അവൻ തന്നെ കൊണ്ടുതരും. അപ്പൊ ഒരു തട്ടം കേട്ടാ. നമസ്കാരം. ഇത് എവിടാണ് സുഭാഷ്? ഈ സ്പോൺസർഷിപ്പ് നോക്കിയിരുന്നിട്ടാണല്ലോ ഇത്രയും ഡിലേ വന്നത്. രശീത് ഊറ്റും പിടിച്ച് പിരിവിന് ഇറങ്ങിയ മാത്രമൊന്നും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ലേ. അപ്പോഴാണ് ശശിയായിട്ട് റെഡി പറഞ്ഞത്. വേറൊന്നുമല്ല, ഇവിടുത്തെ ലിസ്റ്റില് പുതിയൊരു പൂജ കയറ്റുന്ന കാര്യമാണ്. അതായത് ഈ സന്തോഷവും സമാധാനവും ഇല്ലാത്ത വീടുകളിൽ ഇത് നടത്തിയാല് അതൊക്കെ വരുമെന്ന് പറഞ്ഞ് നടത്തുന്ന ഒരു പൂജ. അല്ല, ഈ പൂജ എന്ന് പറയുമ്പോ അങ്ങോട്ട് മനസ്സിലായില്ല. എടാ, ഈ ബെഞ്ചിരിപ്പ് കേട്ടിട്ടില്ലേ? അതിന്റെ നമ്മുടെ വർഷം അവിടെ അച്ഛൻ നടത്തുന്നു, ഇവിടെ വെളിച്ചപ്പാട് നടത്തുന്നു. ഗ്രഹപൂജ എന്ന് പേര് വിടാം. തരക്കേടില്ലാത്തൊരു പരിപാടി അത്. ഒരു വീട്ടിൽ നിന്ന് 10 വെച്ച് പിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയി പൊക്കോളും. ആൾക്കാരെ തുടങ്ങിയാൽ മതി. അങ്ങനെയാണെങ്കിലേ നമുക്ക് തെക്കേമുറിയിലെ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ തുടങ്ങാം. അവിടെ ചെറിയ പോവച്ചിലൊക്കെ ഉണ്ട്. ഞാനിപ്പോ അവിടെ ആയിരുന്നേ. അടിപൊളി. എന്നാ പിന്നെ അവിടെ ഒന്ന് വിട്ടു നോക്ക്. നാളെ തന്നെ തുടങ്ങാലോ. എനിക്കൊരു അഭിപ്രായമുള്ളത്, കൃഷ്ണകുമാറിന്റെ വീട്ടിൽ നടത്തി കഴിഞ്ഞാല് ലിസ്റ്റ് കയറ്റുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ വീട്ടിൽ നടത്തി നന്നായിരിക്കും. കാശിട്ടുണ്ട് തന്നെ. താല്പര്യം ഉണ്ടെങ്കിൽ മറ്റംഗങ്ങൾ നടത്തിക്കോട്ടെ. അങ്ങനെ ആവുമ്പോൾ റീച്ച് കിട്ടും. റിസൾട്ട് ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ കഴിഞ്ഞാല് പിന്നെ പരിപാടി വർക്കായി. അതുകൊള്ളാം. അല്ല, ഈ ഫണ്ട് സെറ്റ് ആയി കഴിഞ്ഞാലേ നമ്മുടെ ഫെട്ടിനുള്ളതൊക്കെ അതൊന്നും എടുക്കാലോ അല്ലേ. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അല്ല, മുതൽ ചെറിയ ഡൗട്ട് ചോദിക്കേ. നമ്മൾ ഈ പൂജ നടത്തിയ റിസൾട്ട് ഉണ്ടാവുന്ന നാട്ടുകാരെ ധരിപ്പിക്കാനാണല്ലോ കാശ് മുടക്കി നമ്മുടെ വീട്ടിൽ തന്നെ നടത്തണമെന്ന് പറയുന്നത്. അതെ, പക്ഷെ ഇതിനെ കൊണ്ട് റിസൾട്ട് ഇല്ലാന്ന് നമുക്കറിയാലോ. പിന്നെ നമ്മൾ വെറുതെ കാശുള്ളത് എന്തിനാ? എനിക്ക് ലോജിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണം. സുഭാഷേ, ഇതൊക്കെ ചൂന്ന് നോക്കാൻ നമ്മുടെ ഇടയിൽ തന്നെ ആളുണ്ട്. നമ്മൾ സ്ട്രേറ്റ് ആണെന്ന് അവർക്ക് തോന്നുമ്പോ മനസ്സിലായി. എടാ, 10 പോണത് നോക്കണ്ട. നേരത്തെ പറഞ്ഞ എഫറിന്റെ കൂലി ഉണ്ടല്ലോ, അത് കിട്ടുമ്പോ ഈ 10-നേക്കാൾ കൂടുതൽ കൈ വരും. സുഭാഷേ, ഒന്നും കാണാണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നാ പിന്നെ ഇതൊക്കെ കൈയടിച്ച് പാസ്സാക്കിയല്ലോ. അത്രേ ഉള്ളൂ. നിന്നോടായതുകൊണ്ട് പറയുക, നമ്മുടെ സ്വാതി ഒരു പയ്യനുമായിട്ട് അടുപ്പത്തിലാണ്. അതാണേൽ അത്യാവശ്യം സ്ട്രോങ്ങും. ആരായിട്ടാ? നമുക്ക് പരിചയമുള്ള ആരെങ്കിലാണോ? നമ്മുടെ താഴേക്കാവി ശാന്തിക്ക് വരുന്ന സൂരജില്ലേ? സൂരജോ? ചേട്ടാ, അവനെനിക്ക് നല്ലവരെ അറിയാവുന്ന പയ്യനാ. ഒരു പാവം പിടിച്ചവനാ. കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ഏറ്റെടുത്തി. ആ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഇല്ലാത്തൊരു ഉത്തരവാദിത്വമൊക്കെ അവനുണ്ട്. മിടുക്കണ. പക്ഷേ ബന്ധം നോക്കുമ്പോ നിങ്ങളവിടെ കാര്യം പറഞ്ഞത് മനസ്സിലാക്കാൻ നോക്കാം. അത് എയ്റ്റിലെങ്കിൽ എന്നോട് പറ. ഞാൻ അവനെ എങ്ങനെയെങ്കിലും ഇതിന്ന് ഊരിത്തരാം. അതിന് നീ പറഞ്ഞാൽ അവൻ കേൾക്കുവോ? ഞാൻ പറഞ്ഞ കേൾക്കും. നമ്മുടെ കൂട്ടർ അലഞ്ഞിട്ട് പോലും ഒരു വേർതിരിവില്ലാതെയാണ് നമ്മൾ താഴേക്കാവിലെ കാര്യങ്ങളൊക്കെ നടന്നത്. ഈ നടത്താൻ ഉദ്ദേശിക്കുന്ന പുനരുദ്ധാരണം പോലും അങ്ങനെ നടന്നു. നമ്മുടെ നാട്ടിലത് ആചാരങ്ങൾ വരെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടം വരെ മതി, അതിൻ്റെ അപ്പുറത്തോട്ട് വേണ്ട. പിന്നെ തൽക്കാലം ഇത് വേറെ ആരോടും പറയാൻ നിൽക്കേണ്ട. അതെ, ഞാൻ നമ്മുടെ സുഭാഷിനോടൊന്ന് സൂചിപ്പിച്ചായിരുന്നു. കുഴപ്പമാവോ? തകർത്തു. എന്നാൽ പിന്നെ ചേട്ടന് പത്രത്തിലൊരു പരസ്യം കൊടുക്കാൻ പറ്റില്ലായിരുന്നു. വായിക്കാത്തവരെങ്കിലും അറിയാണ്ടിരുന്നേനെ. ഇനി അങ്ങോട്ട് ആരോടും പറയാൻ നിൽക്കേണ്ട. കാണൂലെന്ന് അല്ല, ഇപ്പൊ കണ്ടാത്ത പ്രശ്നം. നിങ്ങൾ എന്തിനാ നാട്ടുകാരെ പേടിക്കണേ? എടാ, നീ നിന്റെ കാര്യം മാത്രം നോക്കി നടക്കണമെന്ന് എനിക്ക് പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ എങ്ങനെയാണോ? ഞങ്ങൾ നാട്ടുകാരുടെ എല്ലാവരുടെയും കാര്യത്തിൽ തലയിടുന്നുണ്ട്. അവർ തിരിച്ചും തലയിടുന്നുള്ള നല്ല പേടി ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അശോകനോ? ആള് ജോലി കഴിഞ്ഞ് എത്തിയിട്ടില്ല. ആണ്. ബെല്ലൂൺ വേണോ? അയ്യോ, പിള്ളേരെ കൊണ്ട് വീട്ടിൽ പോ. ഓക്കെ അല്ല. താഴേക്കാവില് പുനരുദ്ധാരണം നടത്താന്ന് പറഞ്ഞ് വലിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായില്ലേ? അതിനുള്ളതാ എനിക്കിപ്പോ കിട്ടിയെന്ന് എന്നോട് അമ്മ പറഞ്ഞു. ഇനിയും വലിപ്പിച്ച ബാക്കി എല്ലാവർക്കും കിട്ടുന്നു പറഞ്ഞു. വീട്ടിനകത്തിരുന്ന് കളിക്കുന്ന കളിയൊന്നും പോരടാ നിനക്ക്. വീട്ടിൽ തന്നെ ഒത്തിരുന്ന ഡിപ്രഷൻ അടിക്കുവച്ച. ഓ, എന്തോർത്തിട്ട് അയാൾക്ക് ഡിപ്രഷൻ? നിന്നെ ആരാ ഇപ്പൊ കൊണ്ടുവിട്ടിട്ട് പോയെ? ജിതിൻ. ആരാ? ജിതിൻ നമ്മടാ. ഏതാ? ആ സുനിയുടെ മോനോ? അതെ. അച്ഛൻ അറിയാൻ പാടില്ല അവനെ. എത്രാമത്തെ പ്രാവശ്യമാണ്? ഞാൻ നിങ്ങളൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അല്ല, ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട വേണ്ട, ഇങ്ങനെ തന്നെ പറയാം.
വേറൊന്നുമല്ല, അച്ഛൻ്റെ കാര്യേ ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. വെറുതെ അനാവശ്യ ഹോപ്പ് തരേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായി. ഉടനെ എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും നീ അങ്ങോട്ട് മുന്നോട്ട് പോവാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വീട്ടുകാരൊക്കെ ഒന്നേ വിളിച്ചൊന്ന് കാണിച്ചേരേ. എല്ലാരും കൂടെ ഒരുമിച്ച് വന്നിട്ട് പുള്ളിക്ക് അങ്ങനെ തോന്നൽ കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞേ. കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് വന്നിട്ടേ കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല എന്ന് പറയായിരുന്നു. ഞാൻ വേണ്ട പോലെ ചെയ്യാം ഡോക്ടറെ. ശരി ശരി, ഓക്കെ ഡോക്ടർ. ശശി മുടന്ന് രാവിലെ നീ പറമ്പിൽ പോകുമ്പോഴേ കുഴപ്പം കണ്ടാ ഒന്ന് പൊട്ടിച്ചോണ്ട് പോവാ. തോരൻ വെച്ച് തന്നുവിടാ ഞാൻ അച്ഛന്. ഒറ്റയ്ക്ക് ആ മുറി കിടപ്പല്ലേ, എന്തെങ്കിലും വായിക്ക് രുചിയായിട്ട് കഴിക്കട്ടെ എന്ന്. അമ്മ വരുന്ന അച്ഛനെ കാണാൻ. വേണ്ടടാ, ഓ ആ കിടപ്പ് വേണം, ഞാനില്ല. പിന്നെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നത്, അപ്പം ഞാൻ നോക്കിക്കോളാം. മധുവേട്ടാ, എടാ ഞാൻ എത്ര പ്രാവശ്യം വിളിക്കണം, നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? മധുവേട്ടാ, ഞാനേ ഇവിടെ കുറച്ച് ഓട്ടത്തിലായിരുന്നു. കോൾ വരുന്ന ഞാൻ കാണുന്നുണ്ടായിരുന്നു. എന്നൊന്ന് തിരിച്ചു വിളിക്കണ്ടേ? ഒരു ആവശ്യത്തിനല്ലേ വിളിക്കണത്? മധുവേട്ടാ, പറ എന്താ കാര്യം? എടാ നീ ഓരോ സ്ഥാനത്തിരുന്നിട്ട് എല്ലാവരും വീട്ടിൽ പൂജ നടത്തി, നിന്റെ വീട്ടിൽ മാത്രം പൂജ നടത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങൾ പറയേണ്ടത്? മധുവേട്ടാ, അച്ഛന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ടേ ഒരു സ്ട്രോക്ക് വന്നു വെച്ച് പുള്ളി ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് എത്ര ആളായി? എടാ വെളിച്ചപ്പാട് വന്ന് അവിടെ ഒന്ന് തുള്ളിയിട്ട് പോയാ നിനക്കിപ്പോ എന്താ എത്ര പ്രശ്നം? എന്റെ ഒരു സിറ്റുവേഷൻ മധുവേട്ടാ, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഇതിൽ നിന്നൊന്ന് ഊരിത്താ. ദേ നീ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നീതി നൂരിയ എല്ലാവരും കൂടെ ഇടയോട്ടാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. മധുവേട്ടാ, ഞാനേ കുറച്ച് തിരക്കിലാണ്, ഞാൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. എന്നാ പിന്നെ വിളിക്കാം. ഇതേ ഓഫ് ആക്കിയത് അത് നീ ഓൺ ചെയ്യാൻ മറന്നായിരിക്കും. എന്നായി കാശ് ഇവിടെ വെച്ചോ. ഇതേതാ കാശ്? ഇതാ രുക്മിണിയമ്മ തന്നാ, നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്തിനു? അവരോട് നിൽക്കണല്ലേ, നമുക്ക് എന്റെ ചെലവുണ്ടാവുമല്ലോ. നാണമില്ല നിനക്ക് കാശ് മേടിക്കാനായിട്ട്? ഇവിടെ രണ്ടുപേർ കൂടുതൽ നിന്ന് വെച്ച് നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കൂടാൻ പോകുന്നു. അവരിവിടെ ഗസ്റ്റ് ആയിട്ട് വന്നൊന്നുമല്ല. അച്ഛനോരോന്ന് ഒപ്പിച്ച് വെച്ചു നേരത്തെ നീ വലിയ ബാലേട്ടം കളിക്കാൻ നിന്നാലേ ഉള്ളതെല്ലാം കൂടെ മൂടോടെ വിഴുന്നോണ്ട് പോവും. കിട്ടണത് വാങ്ങിച്ചു വെക്കാൻ നോക്കണേർക്കാം. അവരെങ്ങനെയുണ്ട്? ആര്? എടാ രുക്മിണിയമ്മ മോനും. അവര് കുഴപ്പമൊന്നുമില്ലട്ടാ. നിങ്ങൾ ഡിസ്റ്റൻസിന്റെ ആവശ്യമൊന്നുമില്ലട്ടോ. ശരി, മതി. നമ്മൾ അവരോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ലല്ലോ. എടാ മോനെ, അച്ഛനെ കാണിച്ചതൊക്കെ നിനക്ക് സ്പോർട്സ് ആൻഡ് സ്പിരിറ്റിൽ എടുക്കാൻ പറ്റുമായിരിക്കും. ഇതിനൊക്കെ കൂടി നീയും അനുഭവിക്കേണ്ടി വരും കുറച്ച് കഴിഞ്ഞിട്ട്. കറിക്ക് മതി. പിന്നെ വേറൊരു കാര്യം, നീ ആ ചെക്കൻ്റെ അടുത്തേ കുറച്ച് തഞ്ചത്തിലൊക്കെ നിന്നാ മതി. അവനൊന്ന് മനസ്സ് വെച്ചാ നമ്മുടെയൊക്കെ ഡപ്പി തെറിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ പാവങ്ങളാണ് ഏട്ടാ, എനിക്കങ്ങനെ തോന്നി. എന്ന് വെച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി കൊട്ടണ്ട. മാങ്ങ തൊലി മറ്റുള്ളവർക്ക് വഴിയുണ്ടാക്കി ഇപ്പൊ നമ്മൾ പരിപാടിയിലായിരിക്കും. ശശിയേട്ടാ, നമ്മളാ അവരെന്താ വിളിക്കണ്ടേ? ആര്? ആ സ്ത്രീ ഉണ്ടവരുത്തമ്മേ. ശ്രീകണ്ഠാപുരത്തമ്മ? നീ ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പ്രതീക്ഷിക്കാൻ നിൽക്കല്ലേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേർക്ക് നേരെ കാണുമ്പോൾ പറഞ്ഞാൽ മതി. നമ്മുടെ അമ്മയൊന്നും സൈലന്റ് ആയതേ ഉള്ളൂ. ടെമ്പററി ഇരിക്കുക. വല്ല അമ്മിക്കൊണ്ടെടുത്ത് തലയിലിടും. ഈ സിപ്പപ്പൊടി ഇത്തിരി കൂടുന്നുണ്ട്. കൂടുതലൊന്നും ഇല്ല മുത്തച്ഛ, ദിവസം ഒരെണ്ണം കുടിക്കും. നിങ്ങളുടെ അമ്മ ഇതിനൊന്നും സമ്മതിക്കാൻ വഴിയില്ലല്ലോ. അമ്മോട് വെച്ച സമ്മതിക്കൊന്നുമില്ല. അതുകൊണ്ടേ ഞങ്ങളത് അമ്മ അറിയാതെ ഇടയ്ക്ക് ഇവരുമായിട്ട് മേടിപ്പിക്കും. അതിനുള്ള പൈസ അത് ഞങ്ങൾ വീട്ടിൽ നോക്കും. ഇതൊക്കെ ആരോടെങ്കിലും ചോദിച്ചാ പോരെ? ചോദിച്ചു തന്നില്ലെങ്കിലോ? പിന്നെ 10 രൂപയല്ലേ, അതാരും അറിയാനൊന്നും പോകുന്നില്ല. കോൺഫിഡൻസ് ഒക്കെ നല്ലതാ. ആരും അറിയാത്തോണ്ട് നല്ല രസമൊക്കെ തോന്നും. ആരും പിടിക്കത്തില്ലെന്നൊരു വിശ്വാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മൾ പെടും. ഒന്ന് എണീറ്റ് ഓടാൻ പോലും പറ്റാത്ത രീതിയിൽ പെട്ടുപോകും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര പ്രയാസമാണ്. എല്ലാവരുടെയും മുമ്പിലുള്ള വിലയും പോകും. നമുക്ക് നമ്മളോട് തന്നെ പുച്ഛമായിരിക്കും. തെറ്റു മനസ്സിലാക്കിയാലും തിരുത്താൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടല്ലോ. അതുകൊണ്ട് ഇനി ആരോടും ചോദിക്കാതെ രണ്ടാളും പൈസ ഒന്നും എടുക്കരുത് കേട്ടോ. ഭരതൻ നായരുടെ പഴയതും പുതിയതും കൂടെ എങ്ങോട്ടാ? എന്നെ കൊണ്ട് ഈ സബ്ജക്റ്റ് എഴുതിയെടുക്കാൻ പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലേ? വേറെ ഉള്ള പ്ലാനുണ്ടോ? ഞാനേ ഇച്ചിരി ഡിസ്റ്റൻസ് ആയിട്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചാൽ കൊള്ളാന്നുണ്ടായി. എടാ ആ ഇട്ടത്രയുള്ള സ്കോപ്പും ഉണ്ടോ? സ്കോപ്പൊക്കെ നമ്മൾ എടുക്കുമല്ലോ ഏട്ടാ. എന്നാ മെടുക്കണ്ടോ? അല്ല, അത് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണല്ലോ, സെറ്റാക്കി എടുക്കാം നമുക്ക്. എന്നാ പോലെ ഡിസ്റ്റൻസ് ഒക്കെ എന്തിനാ ആക്കുന്നത്? അവിടെ ക്ലാസ് പോയിരുന്നു പഠിക്കും. ഫീസിന്റെ കാര്യങ്ങളൊന്നും നീ നോക്കട്ടോ. അല്ലടാ, ഫീസിന്റെ അല്ല, എല്ലാ ദിവസവും കോളേജിലൊക്കെ പോയി വരണ്ടേ. ചേട്ടാ, അച്ഛനൊരു കാര്യം പറഞ്ഞാൽ എന്റെ ചകളടിച്ചു വിളിക്കും. എടാ അച്ഛനോട് പറയാൻ നിനക്ക് പറ്റില്ലെന്ന്. ഏയ് അത് പറയാൻ പറ്റൂല.
കാരണം ഞാൻ നേരത്തെ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞാണ് ഇതെടുത്ത്.